അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ? പിന്നെ നമുക്കിവിടെ മഴ തുടങ്ങി. ഇന്നലെ മഴ, ജോലിയൊന്നും പാലെടുപ്പില്ല. ഇന്നിപ്പോൾ പാലെടുത്ത്, പക്ഷേ മൊത്തം നനഞ്ഞ്. പിന്നെന്താണ് വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നോട്ട് പണി തട്ട് പൊളിക്കാൻ വരുമെന്ന് ആൾ പറഞ്ഞായിരുന്നു, അറിഞ്ഞില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ വീട് റബീഉൽ അവ്വൽ ലാസ്റ്റോടുകൂടിയെങ്കിലും കയറണമെന്നാണ് എല്ലാവരും പറയണത്. അപ്പം നിങ്ങളെ സഹായം എനിക്ക് വേണം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു ജോലിക്ക് സ്ഥിരമായിട്ട് പോയവരെയൊക്കെ കണ്ട, ഒരാൾ ബേക്കി ഇരിക്കുന്നു, മോളകത്തിരിക്കുന്നു, പുറകെ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങളെനിക്ക് വീടിൻ്റെ ആവശ്യത്തിന് ഞാൻ അക്കൗണ്ട് നമ്പരും ഗൂഗിൾ പേ നമ്പരും കൊടുക്കുന്നുണ്ട്, എൻ്റെ കോൺടാക്റ്റ് നമ്പരും കൊടുക്കുന്നുണ്ട്. സഹായിക്കാൻ പറ്റുവാണെങ്കിൽ സഹായിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ റെൻറ്റ് കൊടുക്കാൻ നിവർത്തിയില്ല, ബാക്കിയൊന്നുമില്ല. കാരണം വെച്ചാൽ ഇവരെ കാര്യം, ചിലവ്, മക്കൾക്കെല്ലാം ഇപ്പോൾ വയ്യാണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം നിങ്ങൾ എന്നെ സഹായിക്കണം. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു വീടായാലും പിന്നെ ആരെയും മുമ്പ് കൈനീട്ടേണ്ട കാര്യമില്ല. അൽഹംദുലില്ലാ, സഹായിച്ചവർക്ക് എല്ലാവർക്കും അൽഹംദുലില്ലാ. കാരണം എന്ന് വെച്ചാൽ വീടായാൽ എനിക്ക് സ്ഥിരം പണിക്ക് പോയാൽ എൻ്റെ 3 പൊന്നു മക്കളെ എനിക്ക് നോക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ മക്കളെ ഞാൻ കളഞ്ഞിട്ട് ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മക്കളെ പരിഗണിക്കുന്ന ഒരു ജോലി. കാരണം ഇവർക്ക് ഞാൻ 9 മണിക്ക് പാലെടുക്കാൻ പോകുമ്പോൾ 11:30 വരെ ഞാൻ പൂട്ടിയിരുത്തിയിട്ടാണ് പോകണം. രാവിലത്തെ കാപ്പിയും കൊടുത്തിട്ട് കൊച്ചുമോ മാത്രമേ ഉള്ളെങ്കിൽ അവനെ കൊണ്ടുപോകും. 2 പേരുണ്ടെങ്കിൽ അവർ 2 പേരും പൂട്ടിയിരുത്തും. വരുമ്പോഴത്തേക്ക് അടിയും ഇടിയും തങ്ങളിൽ ഉപദ്രവമൊക്കെ, പരാതി കേൾക്കാനേ ടൈമുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കണം, വീടിൻ്റെ ആവശ്യത്തിന് സഹായിക്കണം, തട്ടിക്കളയരുത്. കാരണം എന്നാലേ എനിക്ക് എവരെ നോക്കാൻ പറ്റുള്ളൂ. എനിക്ക് വേറെ ചിലവിന് തരാൻ ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് അധ്വാനിക്കാനുള്ളൊരു മനസ്സ് റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. ആരോഗ്യം എനിക്ക് റബ്ബ് തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി മുന്നോട്ടും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇവരേക്ക് ഒരു ചേക്ക് അത് എന്നെക്കൊണ്ട് പറ്റൂല. ഒരു വീട് ഇത് എന്നെ 3500 റെൻ്റാണ്. പിന്നെ ഇവരെ വിദ്യാഭ്യാസം, ഇവർക്കുള്ള ഭക്ഷണം, വസ്ത്രം. എന്നാലും എൻ്റെ കയ്യിലൊന്നും കൂട്ടിയാൽ കൂടൂല. പിന്നെ കടയിലും കാര്യങ്ങളും എല്ലാം ഞാൻ സാധനം മേടിക്കും, പൈസ കിട്ടുമ്പം കൊടുക്കും. അങ്ങനെയാണ് ഞാൻ മേടിക്കുന്നത്. അവർക്കറിയാം. അപ്പോൾ നമുക്ക് കടം തരും. പിന്നെ ഒരു പരിധി കൂടുതലാകുമ്പോഴും അവർക്കും ഒരു ബുദ്ധിമുട്ട് വരുമെന്നൊരു സങ്കടമാണ്. പിന്നെ എന്താണ് മക്കളെ, നിങ്ങൾ വീടിൻ്റെ ആവശ്യത്തിന് എന്നെ സഹായിക്കണം. സത്യമാണെന്നറിയാൻ ചിലവർ വിളിച്ചു നോക്കുക. അതിന് വേണ്ടി ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ആരും അനാവശ്യമായിട്ടൊന്നും എടുത്ത് വിളിക്കരുത്. ആരുടെ അനാവശ്യമായിട്ടൊന്നും സംസാരിക്കാനോ ഒന്നിനും ഞാൻ താല്പര്യം ഉള്ള ഒരു പെണ്ണല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവരെ എനിക്ക് നല്ല പോണം വളർത്തിയെടുക്കണം ഇൻഷാ അല്ലാ. കാരണം എന്ന് വെച്ചാൽ ആരില്ലെങ്കിലും അവർക്കൊരു ഉമ്മ അത് പ്രധാനമാണ്. പിന്നെ അവരെ എനിക്ക് പൊന്നോലെ നോക്കണം. ഇവരെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. മക്കളെ കാണുമ്പോൾ ചില ആവശ്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റൂല. എന്നാലും പിന്നെ ചെയ്തു തരാം മക്കളെ എന്ന് പറയുമ്പോൾ അവരെ മുഖത്തൊരു ചിരിയുണ്ട്. പിന്നെന്താണ്, ചെറിയ മക്കളായതുകൊണ്ട് ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഒരുപാട് പേര് ജോലി പറഞ്ഞു. എനിക്കാരും ജോലിയൊന്നും ശരിയാക്കി തരണ്ട. കാരണം എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് അവർ സുരക്ഷിതമായൊരു വീട്ടിലായാൽ എനിക്ക് ജോലിക്ക് പോകാവുന്നതേ ഉള്ളൂ. എനിക്ക് ആരെയും വേറെ ഒന്നും വേണ്ട. വീടിന് വേണ്ടി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം. കാരണം എന്ന് വെച്ചാൽ വേറെ ഒരു നിവർത്തിയും ഇല്ല. അകം വൃത്തിയാക്കി എങ്ങനെയെങ്കിലും താമസമാവണം. അതിന് ഇനിയാണ് അങ്ങോട്ടാണ് പൈസ ചിലവ്. അപ്പം നിങ്ങളെന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇവർ സുരക്ഷിതമായിട്ട് ഉമ്മായും വാപ്പായും സഹോദരങ്ങളും സഹോദരൻ്റെ പെണ്ണൊക്കെ ഒരു സ്കൂൾ വിട്ട് വന്നാൽ നേരെ കയറി വരാം. ഇതെന്ന് വെച്ചാൽ നടവഴി, അത് കഴിഞ്ഞിട്ട് തടം, പിന്നെ റോഡ്. അപ്പോഴെനിക്ക് മക്കളെ തന്നെ ഒറ്റയ്ക്ക് നിർത്തി, അതാകുമ്പോൾ സ്കൂൾ വിട്ട് വന്നാൽ ഇവർ കയറി ധൈര്യമായിട്ട് ഇങ്ങ് വരും. അപ്പം 3 പേർക്ക് വയ്യാണ്ടിരിക്കുന്ന സമയമുണ്ട്, ജലദോഷവും കാര്യവും എല്ലാം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല എന്നെ സഹായിക്കണം. കമൻറ്റിൽ എൻ്റെ അക്കൗണ്ട് നമ്പരും ഗൂഗിൾ പേ നമ്പരും വെക്കുന്നുണ്ട്. മെയിൻ ഹെഡിങ്ങിൽ എൻ്റെ ഫോൺ നമ്പർ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ എടുത്ത് വിളിക്കാം. എൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾ പൈസ എനിക്ക് വീടിൻ്റെ ആവശ്യത്തിന് ഇട്ട് തരണം. ഉള്ളതാവട്ടെ, 50ഓ 100ഓ, പലതുള്ളി പെരുവെള്ളം ഉള്ളതാവട്ടെ. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുന്നവർ ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ സഹായിക്കണം. ഇല്ലാത്തവരെൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, ഇത് വീടിന് വേണ്ടി ഇടുന്ന ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി എപ്പോഴും സഹായം ചോദിച്ച് വീഡിയോ ഇടുന്നില്ല. സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ സഹായിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി മക്കളെ, അസ്സലാമു അലൈക്കും.